ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മെ ഇത്രത്തോളം സ്നേഹിച്ചതുകൊണ്ട് ഇന്നും ജീവനോടെ നമുക്ക് ഭൂമിയിൽ ആയിരിക്കാൻ തക്കവണ്ണം അവസരം ലഭിച്ചു. അതിനെ പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ അവ പെട്ടെന്ന് നടക്കും, ചില സാഹചര്യങ്ങളിൽ അല്പം വൈകിയെന്നിരിക്കും. എങ്കിലും നിരാശപ്പെടുവാൻ പാടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹബക്കൂക്ക് എന്ന പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനുവേണ്ടി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാം പലപ്പോഴും നാം പ്രാപിക്കേണ്ടതായ കാര്യങ്ങളുടെ ദർശനങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ദൈവം നമ്മെ അത് സ്വപ്നത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടാകാം. എന്നാൽ അത് ദൈവം അരുളി ചെയ്തതാകൊണ്ട്, ദൈവം നമ്മെ കാണിച്ചതാകൊണ്ട് ദൈവം അത് നമുക്ക് നിശ്ചയമായും കരങ്ങളിൽ നൽകിത്തരും എന്നാണ് പ്രവാചകൻ ഉറപ്പായി പറയുന്നത്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. ദൈവം എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. വേഗത്തിൽ ഓരോന്നിൻ്റെയും സമയം ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് അതാത് വാഗ്ദത്തങ്ങൾ നിശ്ചയമായും അതാതിൻ്റെ സമയത്ത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. സമയം തെറ്റുകയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ പറയുന്ന സമയവും മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോകും. എന്നാൽ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം തെറ്റുകയില്ല. ഏത് സമയമാണോ ദൈവം നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്, നിശ്ചയമായും ആ സമയം തന്നെ നമ്മുടെ വാഗ്ദത്തം ലഭിക്കുവാൻ ഇടയായിത്തീരും. നാം ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചാൽ, അത് ക്ലോക്കിലായിക്കോട്ടെ, ടൈം പീസിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലായിക്കോട്ടെ, കൃത്യമായും നമ്മൾ നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്തിനനുസരിച്ച് രാവിലെ 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് തന്നെ ആ അലാറം അടിക്കും. അപ്പം അതിനർത്ഥം നാം അത് സെറ്റ് ചെയ്തതാണ്. നമുക്കറിയാം 5 മണിക്ക് നാം അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ 5 മണിക്ക് തന്നെ ആ അലാറം അടിക്കും. എന്നതുപോലെ ദൈവവും നമുക്ക് വേണ്ടി സമയാസമയങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിന് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തെറ്റുകയില്ല, സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടും അത് വൈകിപ്പോകുന്നു എന്നല്ല അർത്ഥം. നമ്മുടെ ചിന്തകൾ പ്രകാരം അത് വൈകുന്നുവെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത് ദൈവത്തിൻ്റെ സമയമനുസരിച്ച് താമസമല്ല. നമ്മുടെ കണക്കൂട്ടൽ അനുസരിച്ചാണ് അത് താമസിക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്നത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വരെ നടപ്പിലാകാത്തതായിട്ട് എന്താണുള്ളത്? ദൈവം ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ സമയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി
ആ സമയത്ത് തന്നെ നടന്നിട്ടുണ്ടെന്ന് ചരിത്ര സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ, നമ്മുടെ ജീവിതത്തിലും ദൈവം ചിലത് അത്ഭുതങ്ങളായി പ്രവർത്തിക്കും. അതിൻ്റെ സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. ഇറ്റ് ഈസ് ഡെഫിനിറ്റ്, ഇറ്റ് ഈസ് സർട്ടൈൻ. യെസ്, യു വിൽ ഗെറ്റ് ഇറ്റ്. യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്. താമസിക്കുകയില്ല, അത് വരും നിശ്ചയം. ഇത്ര ഉറപ്പ് ആർക്ക് നൽകാൻ കഴിയും? നമുക്കൊരു കാര്യം ദൈവം തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് ലഭിക്കേണ്ടത് അഡ്രസ്സ് മാറി വേറെ എങ്ങും പോവുകയില്ല. നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് നമ്മോടുള്ളതാണ്. നമുക്ക് ഒരു ജോലി ദൈവം നൽകിത്തരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ഉള്ളതാണ്. നമ്മളെ ഒരു വിദേശ രാജ്യത്ത് അയക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. ഒരിക്കലും ധൃതി പിടിക്കരുത്. ദൈവത്തിൻ്റെ സമയത്ത് ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിരാശപ്പെടാതെ പ്രാർത്ഥനയോടെ ദൈവം വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കുവാൻ കാത്തിരിക്കണമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും വേഗത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ നല്ലതായ ഒരു പ്രവൃത്തി ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കും. അത് പ്രിയപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ദിവസത്തിനായിട്ട് അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്പം ഞങ്ങൾ ഹല്ലേലൂയ പലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങൾ, ആഗ്രഹങ്ങൾ അങ്ങയോട് അറിയിച്ചിട്ടുണ്ട്. അങ്ങയുടെ മക്കൾ ആമേൻ ഹല്ലേലൂയ പല വിധത്തിലുള്ള ആമേ വിഷയങ്ങൾക്ക് ഭാരപ്പെടുന്നു. വേഗത്തിൽ അതിനെല്ലാം തക്ക സമയത്ത് മറുപടി ലഭിക്കുവാൻ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അങ്ങ് താമസിപ്പിക്കരുതെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. വേഗത്തിൽ തന്നെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. കർത്താവെ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുവാനുള്ള പ്രത്യാശയും ഉറപ്പും ധൈര്യവും അവർക്ക് കൊടുക്കണമേ. അവരാരും ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ എൻ്റെ കർത്താവെ അവിടുന്ന് അനുവദിക്കരുതെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങളെ, അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങല്ലാതെ അവരെ സഹായിപ്പാൻ വേറെ ആരുമില്ല. കർത്താവെ, ദൈവമേ, ഹല്ലേലൂയ. ആമേ, ഉപജീവന വഴികൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടെ സഹായിക്കണമേ. ദൈവമേ, വേഗത്തിൽ തന്നെ അല്ലെങ്കിൽ അങ്ങയുടെ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആമേ കർത്താവെ, സ്തോത്രം, ഹല്ലേലൂയ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ വാത്സല്യ ആമേ കർത്താവെ സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേ, വേഗത്തിൽ തന്നെ കർത്താവെ, ഹല്ലേലൂയ, അവിടുന്ന് അങ്ങയുടെ ഭക്തന്മാരോട് മനസ്സറിഞ്ഞ് ആമേൻ അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 2026 തന്നെ ആമേൻ ഹല്ലേലൂയ അവരുടെ വാഗ്ദത്തം കൈകളിൽ ലഭിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ആയതുപോലെ കർത്താവേ, ഹല്ലേലൂയ, ആമേൻ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് അത്ഭുത രോഗസൗഖ്യം നൽകി ആമേൻ ഓരോ പ്രിയപ്പെട്ടവരെയും വിടുവിക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, മറ്റ് പലവിധമായ ഭാരങ്ങളാൽ, കടഭാരങ്ങളാൽ, ആമേൻ ഞെരുക്കങ്ങളാൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ആമേൻ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു വിടുതൽ നൽകി കൊടുത്തവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൽ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം സംജാതമായിരിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഗൾഫ് മേഖലയിലും മെഡിറ്ററേനിയൻ മേഖലയിലും വളരെയധികം വലിയ യുദ്ധത്തിൻ്റെ കർത്താവെ വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നു. കർത്താവെ, അങ്ങ് വേഗത്തിൽ തന്നെ ഈ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക രാജ്യങ്ങളുടെ എല്ലാ സമാധാനം കർത്താവെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ആമേൻ, അങ്ങ് സമാധാനം പുനഃസ്ഥാപിക്കണമേ. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. പ്രത്യേകമായിട്ട് ആ പ്രദേശങ്ങളിലൊക്കെ അയക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങയുടെ ദൂതന്മാരുടെ കാവലിൽ അങ്ങ് പരിപാലിച്ചുള്ളതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരനർത്ഥവും ഒരു ആമേൻ കർത്താവെ, ഹല്ലേലൂയ, പ്രയാസവും പ്രതികൂലവും ഉണ്ടാകാനിടയാകാതെ അവരെ സംരക്ഷിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്ത് നിന്ന് കടന്നു വന്നവരുണ്ട്. അമ്മേ, പുതുതായിട്ട് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. അവർക്ക് കർത്താവെ കടന്നു പോകുവാൻ ആമേൻ കർത്താവെ, ഹല്ലേലൂയ, പ്ലെയിൻ സർവീസുകൾ ആമേൻ കർത്താവെ വേഗത്തിൽ പുനരാരംഭിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ആമേൻ, അവിടുന്ന് കർത്താവെ, ഹല്ലേലൂയ,
ആമേൻ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മറുപടി സഹായിക്കണമേ. ആമേൻ അല്ലെ ദൈവമേ, ഓരോ കുടുംബങ്ങളെയും കർത്താവ് സഹായിച്ചാട്ട്. ആമേൻ ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. ആമേൻ ഈ കർത്താവെ, ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് കേട്ടതിനായ സ്തോത്രം. അങ്ങ് മറുപടി നൽകി ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരമരളമാകണമേ സ്വർഗ്ഗ പിതാവേ. ആമേൻ. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവർ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അല്ലെ വാക്യത്തിന് വേണ്ടി കാത്തിരിക്കുക. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.